Good morning, buddies. So here today I am with a new video of a kissing hand, and in today's video we are going to discuss the rest of our activities of your textbooks. And without any activities and more of some glossary words, and without any delay, let's dive into the video, and I hope you all will enjoy the video. So today's first activity is activity 6 of your textbook, and let's see what it is. Okay. Chester and his mother visit the office of the school. Chester looks around. Here is what he sees. Describe it. So, എന്താണ് ആക്ടിവിറ്റി 6ൽ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വി ആക്ച്വലി ഡിസ്ക്രൈബ്ഡ് എ പിക്ചർ അല്ലേ, വാംത്ത് എന്താണ് കിസ്സിങ്. അത് കിസ്സിങ് ഹാൻഡ് സ്റ്റാർട്ട് ചെയ്യും മുമ്പ് നമ്മൾ എന്ത് ചെയ്തു, ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ ചെയ്തു അല്ലേ, ഓർ വി റെഡ് എ പിക്ചർ ദ സെയിം ആണ് ബട്ട് ഇൻ എ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. വാട്ട് ഈസ് ഹിയർ? ഇവിടെ ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ ആർ visiting the office, and Chester is looking around the office, and we have to describe what is seen by Chester, and we have the picture given here അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഒരു പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്, നമ്മൾ ഈ പിക്ചറിനാണ് ഡിസ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ വി ഹാവ് ടു റീഡ് ദ പിക്ചർ. ഓക്കെ, സോ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കി ആ പിക്ചറിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാമെന്ന്. ജസ്റ്റ് ലുക്ക് ഇൻ ടു ദ പിക്ചർ കെയർഫുള്ളി. what do you see there? Yes, നമുക്ക് എന്താണ് സ്കൂളിൻ്റെ നെയിം ബോർഡ് കാണാം അല്ലേ. വി ക്യാൻ സീ ദ നെയിം ബോർഡ് ഓഫ് ദ സ്കൂൾ. ദെൻ വി ഹാവ് എ ക്ലോക്ക്, ദെൻ കാലണ്ടർ, we have a headmaster sitting over there, then his attendant is there, a fan, 2 teachers, Miss Raccoon, Chester, and a class going nearby, and a teacher teaching in the class, right? So what we have to do is we have to write down the picture, what we all see, what we can see in the picture, we have to write it down അല്ലേ. ഈ പിക്ചറിൽ കാണുന്നതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടേതായ സെൻറ്റൻസിൽ കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസുമായിട്ട് നമ്മൾ എഴുതും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പിക്ചേഴ്സൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ആൻസർ എളുപ്പത്തിന് വേണ്ടി ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ആ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ അതേ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയി നോക്കിയേ, the office of ABC school is shown in the picture. First point, the office of ABC school is shown in the picture. Obviously, അപ്പോൾ ഓഫീസ് റൂമാണ് കാണിച്ചിരിക്കുന്നത് എ സ്കൂളിൻ്റെ, ABC സ്കൂളിൻ്റെ അല്ലേ. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് ആയേ, ഓഫീസ് ഓഫ് ABC school is shown in the picture. Now look at the second point. The principal is sitting in his chair and having a talk with Miss Raccoon and Chester. And നമ്മുടെ പ്രിൻസിപ്പൽ സാർ എന്താ ചെയ്യുന്നത്, ചെസ്റ്ററിൻ്റെ അമ്മയുടെയും കൂടെ സംസാരിക്കുകയാണല്ലേ. അപ്പോൾ ആ സെക്കൻഡ് പോയിന്റ് ഇസ് ഓൾസോ ഓക്കെ. വാട്ട് ഈസ് ദ പ്രിൻസിപ്പൽ ഇസ് സിറ്റിംഗ് ഇൻ ഹിസ് ചെയർ ആൻഡ് ഹാവിങ് എ ടോക്ക് വിത്ത് മിസ് റാക്കൂൺ ആൻഡ് ചെസ്റ്റർ. Now the third point നോക്കിക്കേ, an assistant is standing near the principal. An assistant is standing near the principal അല്ലേ. ഇത് നമ്മുടെ ഒരു അസിസ്റ്റൻ്റ് നിൽക്കുന്നുണ്ടല്ലേ പ്രിൻസിപ്പളിൻ്റെ സൈഡിലായിട്ട്. സോ തേർഡ് പോയിന്റ് ഇസ് an assistant is standing near the principal. ഫൈൻ. ഇനി നമ്മുടെ ഫോർത്ത് പോയിന്റ് നോക്കിക്കേ, 2 teachers are sitting in the office and one of them is reading a book. എന്താണ്, 2 teachers are sitting in the office and one of them is reading a book. 2 ടീച്ചേഴ്സ് ഇരിക്കുകയാണ്, അതിലൊരാൾ ബുക്കും വായിക്കുവാണല്ലേ. അപ്പോൾ അത് നമ്മൾ എഴുതിയല്ലോ. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിയ, ഫിഫ്ത്ത് പോയിന്റ്, a calendar and a clock are hanging on the wall. A calendar and a clock are hanging on the wall. They calendar, they clock, അത് രണ്ടും ഓക്കെ ആയല്ലോ. Fifth point is also fine. Now sixth point നോക്കിക്കേ, a teacher is teaching in the nearby class. A teacher is teaching in the nearby class. ഇവിടെ ഒരു ക്ലാസ് ഉണ്ട്, അവിടെ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുകയാണല്ലേ. സോ ആ 6th പോയിന്റ് ഇസ് ടീച്ചർ ഇസ് ടീച്ചിങ് ഇൻ ദ നിയർ ബൈ ക്ലാസ്. ഓക്കെ, ദ 6th പോയിന്റ് ഓൾസോ ഫൈൻ. ഇൻ 7th പോയിന്റ് നോക്കിക്കേ, ദ ഓഫീസ് ഇസ് വെൽ ആൻഡ് നീറ്റ്ലി അറേഞ്ച്ഡ്. ദ ഓഫീസ് ഇസ് വെൽ ആൻഡ് നീറ്റ്ലി അറേഞ്ച്ഡ്. ആ നമ്മുടെ തന്നേക്കുന്ന പിക്ചറിൽ ഓഫീസിൻ്റെ ഒരു ഓവറോൾ അപ്പിയറൻസ് എന്ന് പറയുന്നത് എന്താണ്, വെൽ ആൻഡ്
നീറ്റ്ലി അറേഞ്ച്ഡ് ആണല്ലേ, നല്ല അടുക്കും ചിട്ടയോടെയും അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഓഫീസാണ് നമ്മൾക്ക് കാണുന്നത് അല്ലേ. സോ ലാസ്റ്റ് പോയിന്റ് ഇസ് ഓൾസോ ഫൈൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി 6 എന്നാണ് ഇത്. ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ എഴുതിയതാണ്. സോ വാട്ട് യു ഹാവ് ടു ഡൂ ഇസ് ക്ലാസ്സിന് ശേഷം യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇൻ യുവർ ഓൺ സെൻറ്റൻസസ്. ഓക്കെ അല്ലേ? ഐ ഗെസ് എല്ലാവർക്കും ക്ലിയർ ആണ്. ഇഫ് നോട്ട് ഡു ലെറ്റ് മീ നോ. ഓക്കെ, കമൻറ്റ് ചെയ്യുക, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ ഫൈൻ. സോ നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ടൊന്ന് പോയാലോ. So our next activity is activity 7 of our textbook. Let's see what it is. എന്താണെന്ന് നോക്കിയാലോ. Chester comes to the class and sits on the front bench. His teacher comes and introduces herself. She asks the students to introduce themselves. Chester stands up and introduces himself. Here is a self-introduction. So എന്താണ്, ചെസ്റ്ററിൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് ആക്ടിവിറ്റി 7 അല്ലേ. അതിലെന്താണ്, ചെസ്റ്റർ ക്ലാസ്സിൽ വരുന്നു. ഹീസ് സിറ്റിംഗ് ഇൻ ദ ഫ്രണ്ട് ബഞ്ച്, സിറ്റിംഗ് ഓൺ ദ ഫ്രണ്ട് ബഞ്ച്. ടീച്ചർ വരുന്നു ആൻഡ് ടീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഐ ആം യുവർ ന്യൂ ക്ലാസ് ടീച്ചർ ആൻഡ് ഐ വിൽ ബി ടേക്കിംഗ് ദ സബ്ജക്റ്റ്. ഓക്കെ, എന്നിട്ട് ഓരോ സ്റ്റുഡൻറ്റിനോട് നമ്മൾ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുമ്പോൾ നമ്മളടുത്ത് ചോദിക്കില്ലേ, നമ്മുടെ പുതിയ ക്ലാസ് ടീച്ചർ ഒക്കെ വന്നിട്ട് ഇപ്പോൾ നമ്മളെ മുന്നേ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ ചോദിക്കത്തില്ല. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ ടീച്ചേഴ്സോ അല്ലെങ്കിൽ നമ്മളവിടെ പുതിയൊരു കുട്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ വരുമ്പോൾ ചോദിക്കില്ലേ, യു സ്റ്റാൻഡ് അപ്പ് ന്യൂ സ്റ്റുഡൻറ്റ്, നൗ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ടു യുവർ ക്ലാസ്മേറ്റ്സ് എന്നൊക്കെ നമ്മുടെ ടീച്ചേഴ്സ് പറയത്തില്ല. അതുപോലെ ചെസ്റ്ററിനും ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ആയതുകൊണ്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിക്കുകയാണ്, പറയാണ് ടീച്ചർ. ഓക്കെ, ആൻഡ് നമ്മുടെ ചെസ്റ്ററിൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇസ് ഗിവൺ ഹിയർ. മൈ സെൽഫ്, ദാറ്റ്സ് എ ഹെഡിങ് or title of the self-introduction of Chester. നമ്മുടെ ചെസ്റ്റർ എന്താണ് പറഞ്ഞതെന്ന് നോക്കാമല്ലോ. Good morning dear friends, I am Chester Raccoon. I am from the forest. My father is Mr. Raccoon. My mother is Chelsea Raccoon. I love my parents. I like running, jumping and playing. I would like to get new friends here. അപ്പോൾ എന്താണ് നമ്മുടെ ചെസ്റ്റർ പറഞ്ഞേക്കുന്ന, ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. സോ ഒബ്വിയസ്ലി ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ മീൻസ് ഫസ്റ്റ് പീരീഡ് ആയിരിക്കും നോർമലി നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കുന്നത് അല്ലേ, ക്ലാസ് ടീച്ചേഴ്സിൻ്റെ പീരീഡ്സിൽ. ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ചെസ്റ്റർ റാക്കൂൺ. എൻ്റെ പേര് ചെസ്റ്റർ റാക്കൂൺ. ഐ ആം ഫ്രം ദ ഫോറസ്റ്റ്. ഞാൻ വരുന്നത് ഫോറസ്റ്റിൽ നിന്നാണ്. മൈ ഫാദർ ഇസ് മിസ്റ്റർ റാക്കൂൺ. എൻ്റെ അച്ഛൻ്റെ പേര് മിസ്റ്റർ റാക്കൂൺ. മൈ മദർ ഇസ് ചെൽസ റാക്കൂൺ. എൻ്റെ അമ്മയുടെ പേര് ചെൽസ റാക്കൂൺ. ഐ ലവ് മൈ പാരൻസ്. എനിക്ക് എൻ്റെ പാരൻസിനെ ഒത്തിരി ഇഷ്ടമാണ്. ഐ ലൈക്ക് റണ്ണിങ്, ജമ്പിങ് ആൻഡ് പ്ലേയിങ്. എനിക്ക് ഓടാനും ചാടാനും കളിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. എനിക്കിവിടെ പുതിയ ഫ്രണ്ട്സൊക്കെ എനിക്കിവിടെ പുതിയ ഫ്രണ്ട്സൊക്കെ കിട്ടുമെന്ന് ഞാൻ ഹാപ്പി ആയിട്ടൊക്കെയാണ് വന്നിരിക്കുന്നതെന്നൊക്കെ പറയണം. ഓക്കെ, നൗ ദിസ് ഈസ് നോട്ട് ദ ആക്ച്വൽ ആക്ടിവിറ്റി. ദിസ് ഈസ് ദിസ് ഈസ് എ ഔട്ട്ലൈൻ ഓഫ് വാട്ട് വി ഹാവ് ടു ഡു. ഇതല്ല ആക്ടിവിറ്റി. ഇതുപോലെ നമ്മുടെ സെൽഫ് ഇൻട്രോ ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ആക്ടിവിറ്റി. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചാലോ. നൗ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ടു ദ ക്ലാസ്. ഹൗ വിൽ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? യു മേ റൈറ്റ് ആൻസർ ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഇതും ഞാനൊരു എക്സാമ്പിൾ പോലെ ഐ ഹാവ് റിട്ടൺ ദ ആൻസർ. നമുക്ക് നോക്കാം. ഓക്കെ, ഹൗ ഐ ഹാവ് ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഞാൻ എന്നെ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന്. ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ആമി. I live in Trivandrum. My father is Mr. Aromal. My mother is Mrs. Jenny. I love my family. I like dancing, singing, playing and drawing. I would like to get new friends here. So what I have, ഞാൻ എന്താണ് എഴുതിയിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓക്കെ, ആമി, ഞാൻ ആമി. ആൻഡ് ഞാൻ താമസിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. എൻ്റെ അച്ഛൻ്റെ പേര് മിസ്റ്റർ ആരോമൽ. എൻ്റെ അമ്മയുടെ പേര് മിസ്സസ് ജെനി. എൻ്റെ ഫാമിലി ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് ഡാൻസ് കളിക്കാൻ, പാട്ട് പാടാൻ, കളിക്കാനും വരയ്ക്കാനും ഒത്തിരി ഇഷ്ടമാണ്. ആൻഡ് ഞാൻ ഇവിടെ പുതിയ ഫ്രണ്ട്സൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഐ ജസ്റ്റ് റോട്ട് എ സിമിലർ വൺ ടു ദ ഗിവൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വാട്ട് യു ഹാവ് ടു ഡൂ ഇസ് you also should write a self-introduction of yourself. Okay, ആണല്ലോ. ഇപ്പോൾ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഔട്ട്ലൈൻ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ആൻഡ് ദാറ്റ്സ് അവർ
സെവൻത്ത് ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി 2 ആക്ടിവിറ്റി കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ 2 ആക്ടിവിറ്റിയും ഓക്കെ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതേ നമുക്ക് അടുത്ത ഫ്ലൈറ്റ് വിട്ട പോലെ നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോയാലോ. And our next activity is activity 8 of your textbook, and let's see what it is. When Chester and his mother reach school, they happen to see a notice board. Let's read the notice board. എന്താണ്, ചെസ്റ്ററും മിസ് റാക്കോണും സ്കൂളിൽ വന്നപ്പോൾ സ്കൂളിൻ്റെ ഒരു നോട്ടീസ് ബോർഡ് കണ്ടു. അപ്പോൾ അവർ ആ നോട്ടീസ് ബോർഡ് വായിക്കുവാണ്. ഓക്കെ, നമുക്കറിയാം എല്ലാ സ്കൂളിലും നമ്മൾ ചെല്ലുമ്പോൾ നോട്ടീസ് ബോർഡുണ്ട്. ആ നോട്ടീസ് ബോർഡിൽ എന്തൊക്കെയായിരിക്കും കാണാൻ ചാൻസ് ഉള്ളത്? അവിടെ നടക്കുന്ന ഓരോ പ്രോഗ്രാംസിൻ്റെ സ്കെഡ്യൂൾ ലിസ്റ്റ് കാണാൻ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും കോമ്പറ്റീഷൻ വിന്നേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ പേര് കാണാൻ പറ്റും. അല്ലെങ്കിൽ സ്കൂളിൽ അനൗൺസ് ചെയ്യുന്ന എന്തെങ്കിലും അനൗൺസ്മെൻ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ സ്കൂളിൻ്റെ നോട്ടീസ് ബോർഡിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ആൻഡ് ലെറ്റ്സ് സീ, ഇപ്പോൾ നമ്മൾ ചെസ്റ്ററിൻ്റെ സ്കൂളിൻ്റെ നോട്ടീസ് ബോർഡ് നോക്കാം. ഡൂസ് ആൻഡ് ഡോൺട്സ്. അറ്റ് ഡൂസ്, ഇപ്പം നമുക്ക് ഫസ്റ്റ് ഡൂസ് നോക്കാം അല്ലേ. അറ്റൻഡ് ദി ക്ലാസ് റെഗുലർലി, ഫോളോ യുവർ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ്, കംപ്ലീറ്റ് ദ അസൈൻമെൻറ്റ്സ് ഇൻ ടൈം, റീച്ച് ദ സ്കൂൾ ഇൻ ടൈം, കീപ് ദ സ്കൂൾ ക്ലീൻ. അപ്പം ഡൂസ് ആൻഡ് ഡോൺസ് ആയിരുന്നു നോട്ടീസ് ബോർഡിൽ ആര് കണ്ടത്? ചെസ്റ്റർ ആൻഡ് മിസ് റാക്കൂൺ കണ്ടത്. സോ അതിൽ നമ്മൾ ഫസ്റ്റ് ഡൂസ് വായിച്ചു. 5 ഡൂസ് ഉണ്ട്. എന്തൊക്കെയാണ്? അറ്റൻഡ് ദി ക്ലാസ് റെഗുലർലി, ക്ലാസ് ഡെയിലി മിസ് ചെയ്യാതെ അറ്റൻഡ് ചെയ്യണം അല്ലേ. ഫോളോ യുവർ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ്, നിങ്ങളുടെ ടീച്ചർ എന്ത് പറയുന്നു അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അനുസരിക്കുക. കംപ്ലീറ്റ് ദ അസൈൻമെൻറ്റ്സ് ഇൻ ടൈം, നമുക്ക് തന്നിരിക്കുന്ന ഹോംവർക്കുകളും ക്ലാസ് വർക്കും പ്രൊജക്റ്റും എല്ലാം കൃത്യം സമയത്തിൽ കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. റീച്ച് ദ സ്കൂൾ ഇൻ ടൈം, സ്കൂളിൽ രാവിലെ ലേറ്റാകാതെ തന്നെ എത്തുക. കീപ് ദ സ്കൂൾ ക്ലീൻ, സ്കൂളിൻ്റെ പരിസരവും ക്ലാസ് റൂമുകളും വൃത്തികേടാക്കാതിരിക്കുക. സോ ദീസ് ആർ ദ 5 do's of Chester's school. Now let's look at the don'ts. Okay, don't skip the morning assembly, don't bring mobile phones, don't use abusive language, don't damage school property, don't litter the school premises. അപ്പോൾ ഡോൺസിലും we have 5 don'ts. എന്തൊക്കെയാണ്? ഡോണ്ട് സ്കിപ്പ് ദി മോർണിംഗ് അസംബ്ലി. മോർണിംഗ് അസംബ്ലി എല്ലാ സ്റ്റുഡൻസും കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം. ആരും അത് സ്കിപ്പ് ചെയ്യാൻ പാടുള്ളതല്ല. റൈറ്റ്. ആൻഡ് നെക്സ്റ്റ് സെക്കൻഡ് വൺ, ഡോണ്ട് ബ്രിങ് മൊബൈൽ ഫോൺസ് ടു ദ സ്കൂൾ. സ്കൂളിൽ ഒരിക്കലും മൊബൈൽ ഫോൺസ് കൊണ്ടുവരരുത്. ഡോണ്ട് യൂസ് അബ്യൂസീവ് ലാംഗ്വേജ്. ഡോണ്ട് യൂസ് അബ്യൂസീവ് ലാംഗ്വേജ്. അബ്യൂസീവ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത്. യു കാണ്ട് യൂസ് ഫൗൾ ലാംഗ്വേജസ്, ചീത്ത വാക്കുകൾ. ഓക്കെ. ഡോണ്ട് ഡാമേജ് സ്കൂൾ പ്രോപ്പർട്ടി. സ്കൂളിൻ്റെ പ്രോപ്പർട്ടി, അതായത് ബെഞ്ച്, ഡെസ്ക്, നമ്മുടെ പ്ലേയിങ് കിറ്റുകൾ, അങ്ങനെയുള്ള സ്കൂളിൻ്റെ പ്രോപ്പർട്ടിയിൽ ഒരു ഡാമേജും വരുത്തരുത്. ഡോണ്ട് ലിറ്റർ ദ സ്കൂൾ പ്രിമൈസസ്, അതായത് സ്കൂളിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, സ്കൂളിൻ്റെ ഗ്രൗണ്ടിലൊന്നും പേപ്പർ, പ്ലാസ്റ്റിക്, കുപ്പി അങ്ങനെയുള്ള ചവറുകൾ കൊണ്ടൊന്നും ഇട്ട് ചീത്തയാക്കരുത്. ഓക്കെ. സോ ദീസ് ആർ ദ 5 do's and 5 don'ts of Chester School. Now നമ്മുടെ ആക്ച്വൽ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിക്കേ. Imagine one of your teachers is on leave. Write down the do's and don'ts to be observed in your class in the absence of the teacher. Okay, so നമുക്ക് തന്നിരിക്കുന്ന വർക്ക് എന്താണ്? ഒരു ദിവസം നമ്മുടെ ടീച്ചർ ഓൺ ലീവാണ്. സോ വി ആർ ആസ്ക്ഡ് ടു ലിസ്റ്റ് ഡൗൺ ദി do's and don'ts on that day that has to be observed in the class. അതായത് ടീച്ചർ ആബ്സെൻ്റ് ആയ ദിവസം നമ്മൾ ക്ലാസ്സിൽ ചെയ്തിരിക്കേണ്ട ഡൂസ് ആൻഡ് ഡോൺസിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഡൂസ് ആൻഡ് ഡോൺസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. എന്താണ് ഫസ്റ്റ് ഡൂസ് ആൻഡ് ഡോൺസ്? എൻഗേജ് ഇൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് ഇസ് എ ഫസ്റ്റ് ഡൂസ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് ഡോൺസ് എന്ന് പറഞ്ഞാൽ ഡു നോട്ട് ഡിസ്റ്റർബ് അതർ ക്ലാസ്സസ്. ക്ലാസ്സിൽ ടീച്ചറില്ല എന്ന് കരുതി ബഹളം വെച്ച് തൊട്ടടുത്തുള്ള ക്ലാസ്സിൽ പഠിപ്പിക്കുന്നിടത്ത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്. അപ്പോൾ ഒരു ഡൂസും ഒരു ഡോൺസും നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ഇതും ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ എളുപ്പത്തിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന്
ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഡൂസ് നോക്കാം. എന്തെല്ലാം നമ്മൾ ചെയ്തിരിക്കണം ഡൂസ്. ഓക്കെ, ഡൂ ദ പെൻഡിങ് ഹോംവർക്ക് ബാക്കി ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്ത് തീർക്കുക. സോ ഫസ്റ്റ് വൺ ഇസ് ഡൂ ദ പെൻഡിങ് ഹോംവർക്ക്. രണ്ടാമത്തെ നോക്കിക്കേ, റീഡ് ബുക്സ് ഫ്രം ക്ലാസ് ലൈബ്രറി. ടീച്ചേഴ്സ് വരുന്ന സമയം ഫ്രീ ആണ്. സോ എന്ത് ചെയ്യുക, ക്ലാസ് ലൈബ്രറിയിൽ നിന്ന് ബുക്സ് എടുത്ത് വെച്ച് വായിക്കുക. അപ്പോൾ രണ്ടാമത്തെ ഡൂസ് ആയേ. ഇനി തേർഡ് വൺ നോക്കിക്കേ, ക്ലിയർ യുവർ ഡൗട്ട്സ് വിത്ത് യുവർ ഫ്രണ്ട്സ്. സ്റ്റഡി പഠിപ്പിച്ചു കഴിഞ്ഞ ടോപ്പിക്കിൽ ഇഫ് ദർ ഇസ് എനി ഡൗട്ട് ഫ്രണ്ട്സുമായിട്ട് ഗ്രൂപ്പ് ഫോം ചെയ്ത് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് ആ ഡൗട്ട്സ് ക്ലിയർ ഔട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് ഡ്രോ പിക്ചേഴ്സ് ഓൺ എ ഡ്രോയിങ് ബുക്ക്. അപ്പോൾ ഇതൊന്നുമില്ല, നിങ്ങൾക്ക് ഇനി അടുത്ത ആക്ട് എന്താണ്, ഡ്രോയിങ് ബുക്കിൽ നല്ലൊരു പിക്ചറും വരയ്ക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് വാട്ട് വി ആർ ഡൂയിങ്, മറ്റ് ഡിസ്റ്റർബൻസസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാതെ വി ആർ എൻഗേജിങ് അവർ സെൽസ് ഇൻ ഡൂയിങ് അവർ വർക്ക് അല്ലേ. അപ്പോൾ ഡൂസ് എത്ര ഡൂസാണ് നമ്മൾ എഴുതിയത്, 4 ഡൂസ്. ഇനി നമുക്ക് 4 ഡോൺസ് നോക്കിയാലോ. സോ ഫസ്റ്റ് ഡോണ്ട് എന്താണ്, ഡു നോട്ട് മേക്ക് ലൗഡ് നോയ്സ്. ടീച്ചർ ഇല്ല എന്ന് കരുതി ഒച്ചത്തിൽ ബഹളം വെക്കരുത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമുക്കിപ്പോൾ ഒരു ഫ്രീ പീരീഡാണ്, നമ്മൾ ടീച്ചർ ഇല്ല എന്ന് പറഞ്ഞ് ഭയങ്കര ആഘോഷിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും തൊട്ട് അപ്പുറത്തെ ക്ലാസ്സിൽ നിന്ന് ടീച്ചർ ഇറങ്ങി വന്നിട്ട് ബെഞ്ചിൽ 2 അടിയൊക്കെ അടിച്ചിട്ട് പറയാം ഡോണ്ട് മേക്ക് നോയ്സ് അല്ലേ. സോ ഡു നോട്ട് മേക്ക് ലൗഡ് നോയ്സ്, ഒച്ചത്തിൽ ബഹളം ഉണ്ടാക്കരുത്. അത് ഓക്കെ ആയല്ലോ. നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഡു നോട്ട് വാണ്ടർ ഇൻസൈഡ് ദ ക്ലാസ്. വാണ്ടർ ഇൻസൈഡ് എന്ന് വെച്ചാൽ വെറുതെ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്. ഓക്കെ, അപ്പം എന്താണ്, ക്ലാസ്സിൽ ടീച്ചർ ഇല്ല എന്ന് കരുതി ഇറങ്ങി നടക്കരുത്. ഓക്കെ, ഡു നോട്ട് വാണ്ടർ ഇൻസൈഡ് ദി ക്ലാസ്. ഡു നോട്ട് ഡിസ്റ്റർബ് യുവർ ഫ്രണ്ട്സ്. നിങ്ങളെ ഫ്രണ്ട്സിനെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഓക്കെ, ഡു നോട്ട് ഡിസ്റ്റർബ് യുവർ ഫ്രണ്ട്സ്. അത് നമ്മുടെ തേർഡ് പോയിൻ്റ് ആയി ഡോൺസിലെ. ആൻഡ് ദ ലാസ്റ്റ് പോയിൻ്റ് ഇസ് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. നിങ്ങളുടെ സമയം വെറുതെ കളയരുത്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. അപ്പോൾ ഇതേ നമ്മുടെ 8th ആക്ടിവിറ്റിയുമായല്ലോ. അപ്പോൾ എന്താണ്, ഡൂസ് ആൻഡ് ഡോൺസ് ആണ്. അപ്പോൾ നമ്മുടേതായ ഡൂസ് ആൻഡ് ഡോൺസ് പ്രിപ്പയർ ചെയ്തു. ആസ് യൂഷ്വൽ ഐ എം സെയിങ് പ്ലീസ് ഡു റൈറ്റ് ഇറ്റ് ഇൻ യുവർ ഓൺ സെൻറ്റൻസ്. ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇത് ചെയ്തതാണ്. ഓക്കെ ഫൈൻ. സോ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ 3 ആക്ടിവിറ്റീസാണ് ചെയ്യിച്ചത്. ആൻഡ് ബാക്കി ആക്ടിവിറ്റീസ് നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ ഗ്ലോസറി, അതായത് വേർഡ് മീനിങ്സ് ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ വേർഡ് മീനിങ്സും ടെക്സ്റ്റിൻ്റെ ബാക്കിൽ തന്നിട്ടുണ്ട്. ഇല്ലാത്ത 1-2 മാത്രമേ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഗ്ലോസറി ചെയ്യാൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് വേർഡ് നോക്കിക്കേ. ഫസ്റ്റ് വേർഡ് ജെൻ്റ്ലി അല്ലേ. ഫസ്റ്റ് വേർഡ് ജെൻ്റ്ലി. എന്താണ്, കാംലി, കൈൻഡ്ലി ഓർ സോഫ്റ്റ്ലി. ജെൻ്റ്ലി എന്ന് വെച്ചാൽ ഭയങ്കര മയത്തിൽ അല്ലേ. നമ്മളിപ്പോൾ ജെൻറ്റിലായിട്ട് ഈ പൂച്ചക്കുട്ടീനെയൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ തലോടൂലേ, അപ്പം പയ്യെ ഭയങ്കര സോഫ്റ്റായിട്ട് അതിനെ തൊടുന്നതാണ് ജെൻ്റ്ലി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, സ്കാരി. നെക്സ്റ്റ് എന്താണ്, സ്കാരി. എന്താണ് മീനിങ്, ഫിയേഴ്സം, അതായത് പേടിപ്പെടുത്തുന്നതല്ലേ. നമ്മൾ പറയില്ലേ, ഒരു പ്രേതത്തിൻ്റെ പ്രേത സിനിമയൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും എന്തൊരു സ്കാരി മൂവി ആയിരുന്നു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. പ്രേതം ഭയങ്കര സ്കാരി ആയിരുന്നു എന്ന് പറയും, പേടിപ്പെടുത്തുന്ന. ഓക്കെ, എന്താണ് ഫിയേഴ്സം. സ്കാരി മീൻസ് ഫിയേഴ്സം, പേടിപ്പെടുത്തുന്ന. ഓക്കെ, ദ തേർഡ് വേർഡ് വണ്ടർഫുൾ. തേർഡ് വേർഡ് എന്താണ്, വണ്ടർഫുൾ മീൻസ് അമേസിങ്. വാവ് എന്നൊക്കെ നമ്മൾ പറയല്ലേ, എന്താ വാട്ട് എ വണ്ടർഫുൾ ഡേ, എന്ത് രസമുള്ള ഒരു ദിവസമാണ് അല്ലേ, വാട്ട് എ വണ്ടർഫുൾ ഡേ. അല്ലെങ്കിൽ വണ്ടർഫുൾ പോയം, വണ്ടർഫുൾ മൂവി എന്നൊക്കെ നമ്മൾ പറയത്തില്ല. അപ്പോൾ വണ്ടർഫുൾ മീൻസ് അമേസിങ്, അമേസിങ്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് നോക്കിക്കേ, കോസി. ഗിവിങ് എ ഫീലിംഗ് ഓഫ് കംഫർട്ട്. കോസി എന്ന് വെച്ചാൽ ഗിവിങ് എ ഫീലിംഗ് ഓഫ് കംഫർട്ട് എന്ന് വെച്ചാൽ ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ നല്ല തണുപ്പൊക്കെ ഉള്ളപ്പോൾ നമ്മളൊരു ബ്ലാങ്കറ്റൊക്കെ ഇങ്ങനെ പൊതിച്ചിരിക്കും നമ്മൾ പറയും വാട്ട് എ കോസി ഫീലിംഗ് എന്നല്ലേ. നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടുന്നതിനാണ് നമ്മൾ കോസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേർഡ് നോക്കിക്കേ, വൈപ്പ്. നെക്സ്റ്റ് വേർഡ് എന്താണ്, വൈപ്പ്.
ടു ക്ലീൻ ബൈ റബ്ബിങ്. വൈപ്പ് എന്ന് വെച്ചാൽ തുടച്ച് കളയുക. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിട്ടിരിക്കുമ്പോൾ അമ്മ പറയല്ലേ വൈപ്പ് യുവർ ഫേസ് എന്ന് വെച്ചാൽ മുഖം തുടയ്ക്കുക. വൈപ്പ് യുവർ ഫേസ് അല്ലെങ്കിൽ വൈപ്പ് യുവർ ലിപ്സ് ക്ലീൻ. ഓക്കെ, വൈപ്പ് ടു ക്ലീൻ ബൈ റബ്ബിങ്. ഓക്കെ ആണല്ലോ. ലോൺലി. ലോൺലി ഭയങ്കര കോമൺ ആയിട്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ലോൺലി മീൻസ് എലോൺ, ഒറ്റയ്ക്ക് അല്ല. ലോൺലി മീൻസ് എലോൺ, ഒറ്റയ്ക്ക്. ഫൈൻ. നെക്സ്റ്റ് വേർഡ് നോക്കിക്കേ, ടിങ്കിൾ. ടിങ്കിൾ എന്താണ് മീനിങ്? ടു എക്സ്പീരിയൻസ് എ സ്ലൈറ്റ് സ്റ്റിങ്ങിങ് സെൻസേഷൻ. ടിങ്കിൾ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയും? മീൻസ് സ്ലൈറ്റ് സ്റ്റിങ്ങിങ് സെൻസേഷൻ. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഗൂസ് ബംസ് വരുകയെന്നോ അല്ലെങ്കിൽ രോമാഞ്ചം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ ചില സമയത്ത് നമ്മുടെ ഈ ദേഹത്തെ ഹെയറൊക്കെ ഇങ്ങനെ എണീറ്റ് നിൽക്കും പോലെ തോന്നും, എന്തോ ഒരു കറണ്ട് കയറിപ്പോയാൽ. അതിനെയാണ് നമ്മൾ ടിങ്കിൾ എന്ന് പറയുന്നത്. എന്താണ് ടിങ്കിൾ? ടു എക്സ്പീരിയൻസ് എ സ്ലൈറ്റ് സ്റ്റിങ്ങിങ് സെൻസേഷൻ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വേർഡ് ഓക്കെ ആയല്ലോ. ഇനി നോക്കിക്കേ, ടീസ്. ടീസ് ടു മേക്ക് ഫൺ ഓഫ്. ടു മേക്ക് ഫൺ ഓഫ്. ടീസ് നമ്മൾ പറയല്ലേ, ടീസ് ചെയ്യുക, കളിയാക്കി പറയുക അല്ലേ? ടീസ് ചെയ്യുക, കളിയാക്കുക. ടു മേക്ക് ഫൺ ഓഫ്. ഓക്കെ അല്ലേ? സ്കാമ്പർ, റൺ ഓർ സ്പ്രിൻറ്റ്. സ്കാമ്പർ എന്ന് വെച്ചാൽ റൺ ഓർ സ്പ്രിൻറ്റ്, ഓടിപ്പോവുക. അല്ലെങ്കിൽ സ്പ്രിൻ്റ് എന്ന് വെച്ചാൽ ഓട്ടവും ചാട്ടവും മിക്സ് ചെയ്തൊരു സംഭവമാണ്. നമ്മൾ ഈ ഭയങ്കര സ്പീഡിൽ ഓടി അങ്ങ് മറ്റേ മിന്നൽ പോകുമ്പോൾ നമ്മൾ ഓടി അങ്ങ് പോകത്തില്ലേ, അതിനെയാണ് സ്കാമ്പ് എന്ന് പറയുക. അപ്പോൾ എന്താണ്? ഭയങ്കര സ്പീഡായിട്ട് ഓടിപ്പോകുന്നതിനാണ് സ്കാമ്പർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ട്രീ ലിംബ്. ട്രീ ലിംബ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ട്രീ ഒരു മരത്തിൻ്റെ കൊമ്പ്, ട്രീ ബ്രാഞ്ച് അല്ലെങ്കിൽ മരച്ചില്ലാനാണ് നമ്മൾ എന്ത് ചെയ്യുക? ട്രീ ലിംബ് എന്ന് പറയുക. അപ്പോൾ ട്രീ ലിംബ്, ട്രീ ബ്രാഞ്ച്. എഡ്ജ്. എഡ്ജ് ദ ഔട്ടർ ബൗണ്ടറി. എഡ്ജ് ദ ഔട്ടർ ബൗണ്ടറി. എഡ്ജ് എന്താണ്? നമുക്കറിയാം എല്ലാം. എഡ്ജ് എന്താണ്? അറ്റം അല്ലേ? എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ അറ്റം. അറ്റം എന്ന് നമ്മൾ പറയത്തില്ലേ, അതിനാണ് എഡ്ജ് എന്ന് പറയുന്നത്, അറ്റം. ഓക്കെ. നസിൽ. നസിൽ ടു റബ് അഗെയിൻസ്റ്റ് ജെൻ്റ്ലി വിത്ത് ദ നോസ് ആൻഡ് മൗത്ത്. നസിൽ എന്താണ്? ടു റബ് അഗെയിൻസ്റ്റ് ജെൻ്റ്ലി വിത്ത് ദ നോസ് ആൻഡ് മൗത്ത്. ഇത് ഞാൻ സ്റ്റോറി പറഞ്ഞപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ഈ പൂച്ചയും പട്ടിയൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹം കൂടപ്പോൾ നമ്മുടെ ദേഹത്ത് കയറി വന്നിരുന്നു മൂക്കും വായും വെച്ച് ഇങ്ങനെ ഒരച്ചുകൊണ്ട് നമുക്കൊരു ഇക്ലി കിട്ടും. ഇക്ലി ആവും പോലെ പട്ടിയും പൂച്ചയും ഇങ്ങനെ മൂക്ക് വെച്ച് ഒരച്ചിട്ട് അതിനെയാണ് നമ്മൾ എന്ത് നസിൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നസിൽ ടു റബ് അഗെയിൻസ്റ്റ് ജെൻ്റ്ലി വിത്ത് ദ നോസ് ആൻഡ് മൗത്ത്. നെക്സ്റ്റ് വേർഡ് നോക്കിയേ, സ്വിങ്. സ്വിങ് ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്. ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്. സോ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും, ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും. നമ്മൾ ഈ ഊഞ്ഞാലിലിരുന്ന് ആടത്തില്ലേ, അതിനാണ് സ്വിങ് എന്ന് പറയുന്നത്. ഓക്കെ. എന്താണ്? ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും, ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും. ഓക്കെ അല്ലേ? അടുത്ത് ടൈനി. വെരി സ്മോൾ. ടൈനി, വെരി സ്മോൾ. ടൈനി എന്ന് പറഞ്ഞാൽ കുഞ്ഞ്, ഭയങ്കര ചെറുതായിട്ടുള്ള സാധനം. ടൈനി, കുഞ്ഞ്. ഓക്കെ. ടോസ്റ്റി, എ പ്ലസൻറ്റ് ഫീലിംഗ് ഓഫ് വാംത്ത്. ടോസ്റ്റി, എ പ്ലസൻറ്റ് ഫീലിംഗ് ഓഫ് വാംത്ത്. ഈ ടോസ്റ്റിയും ഏകദേശം എന്താണ്? കോസി പോലെ തന്നെ ഒരു ഇതാണ്, നമുക്കൊരു കംഫേർട്ട് കിട്ടുന്ന. അപ്പോൾ നമുക്കൊരു കംഫേർട്ട് കിട്ടുന്ന പോലത്തെ ഒരു ഫീലിംഗ് നമ്മൾ ടോസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ടോസ്റ്റി, എ പ്ലസൻറ്റ് ഫീലിംഗ് ഓഫ് വാംത്ത്. നെക്സ്റ്റ് നോക്കിയേ, വാംത്ത്, എ പ്ലസൻറ്റ് ഫീലിംഗ് ഓഫ് കംഫേർട്ട് ആൻഡ് അഫെക്ഷൻ. പ്ലസൻറ്റ് ഫീലിംഗ് ഓഫ് കംഫേർട്ട് ആൻഡ് അഫെക്ഷൻ. അപ്പോൾ വാംത്ത് എന്ന് പറയുന്നത് നമുക്ക് കംഫേർട്ട് കിട്ടും പോലത്തെ ഒരു ഫീലിങ്സ് ആണ്. അപ്പോൾ കോസി, ടോസ്റ്റി ആൻഡ് വാംത്ത് ഇത് മൂന്നിനും ഏകദേശം ഒരേ എന്താണ് സിമിലർ ആയിട്ടുള്ള മീനിങ്സ് ആണ്. ഓക്കെ ആണല്ലോ? സോ നമ്മുടെ ചാപ്റ്ററിൻ്റെ ഗ്ലോസറി, അതായത് വേർഡ്സും വേർഡ് മീനിങ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഓൾസോ എന്താണ് 3 ആക്ടിവിറ്റീസും ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ബാക്കി റിമൈനിങ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് we will discuss in the next class. So till then, ta-ta, bye bye.